യൂട്യൂബിൽ വളരാൻ ചില വഴികൾ. ഹൗ മെനി വീഡിയോസ് യു ഷുഡ് അപ്ലോഡ് ഡെയിലി. അപ്പം ചെറിയ യൂട്യൂബ് ചാനലുകൾ ഉണ്ട്, അതിൽ കുറച്ച് വീഡിയോസേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ അവരുടെ ചാനലിൽ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കും. പല ചാനലുകളിലും 2000, 3000 ഒക്കെ വീഡിയോസ് ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ എത്താൻ സാധിക്കാത്ത ചാനലുകളുമുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിച്ച് ടെൻഷനാകാൻ പോകാതെ നമ്മളുടെ ചാനലിലേക്ക് വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുക. ഇപ്പോൾ 2 തരത്തിലുള്ള ചാനലുകളുണ്ട്. അതായത് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന ചാനലുകളുണ്ട്, വളരെ കാലം ട്രൈ ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടാത്ത ചാനലുകളുമുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് സബ്സ്ക്രൈബർ കൂടാത്ത ചാനലുകളെക്കുറിച്ചും പിന്നെ വീഡിയോസ് വന്നിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടിയ ചാനലുകളും അങ്ങനെ തരം തിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ആലോചിച്ചിട്ട് നമ്മൾ കിടന്ന് തലയൊന്നും പോയിക്കേണ്ട. വീഡിയോ വന്നിട്ട് അവസാനം വരെ ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, കൺസിസ്റ്റൻസി. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ മുമ്പോട്ട് പോയി വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ 3 കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, ഇല്ല ഒരു മാസം എത്ര വീഡിയോ ചെയ്യണം എന്നത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നമ്മുടെ ഒരു വീഡിയോ വൈറലാകും, ഒരു ദിവസം എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ എനിക്ക് ടാർഗറ്റിന് വേണ്ടുള്ള ലൈക്കുകളും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാതെ ഇരിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പല നല്ല രീതിയിലുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഒരു 2 ദിവസം ആദ്യം നമ്മളൊരു വീഡിയോ ഇട്ടു, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇടുക, പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് വീഡിയോ ഇട്ടു, പിന്നെ കുറേ കാലം എവിടെ വീഡിയോ ഇടുന്ന ഒന്നുമില്ല, ക്രിയേറ്ററിനെയും കാണാനില്ല, ചാനലിൽ വീഡിയോ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അത് അങ്ങ് അപ്രത്യക്ഷമായി. കുറേ ദിവസം കഴിഞ്ഞിട്ട് എന്തായി, പിന്നെയും യൂട്യൂബിൽ വന്നും വീഡിയോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ യൂട്യൂബിൽ നിന്നും ഒരു പ്രയോജനവും കാണില്ല. ഉറപ്പായും നമ്മൾ യൂട്യൂബിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു വഴി മാത്രമേ ഉള്ളൂ നമ്മൾ യൂട്യൂബിൽ നമ്മൾക്ക് സക്സസ് ആയിട്ട് വരാൻ. കാരണം നമ്മളുടെ വീഡിയോസ് വന്നിട്ട് യൂട്യൂബിൻ്റെ ബ്രൗസ് ഫീച്ചറിൽ, കാരണം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഒരുപാട് വ്യൂസും അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ വാച്ച് അവേഴ്സും ഒക്കെ കയറുള്ളൂ, സബ്സ്ക്രൈബേഴ്സും വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് അത് ഉടനെ മനസ്സിലാകും. അപ്പോൾ അത് അൽഗോരിതം വന്നിട്ട് ഇതിങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഇടുന്നത് കൊണ്ട് എത്ര ബ്രൗസ് ഫീച്ചേഴ്സ് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് യൂട്യൂബ് വന്നിട്ട് നമ്മളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത്, വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ കൂടുന്നതും. പിന്നെ നമ്മൾ എപ്പോഴും ഞാൻ ചാനലിൽ ഈ വീഡിയോസിൽ പറയാറുള്ള കാര്യങ്ങൾ വന്നിട്ട് നമ്മളുടെ തമ്പനെയിലിനെ കുറിച്ചാണ്. അപ്പോൾ തമ്പനെയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാൽ കൂടുതൽ പേര് വന്ന് നമ്മളുടെ വീഡിയോസ് കാണാൻ വരും. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഞാൻ പല വീഡിയോസിൽ ഈ തമ്പനെയിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ തന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വീഴ്ചയും വരുത്തരുത്. നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ ക്വാളിറ്റി, അത് അടുത്തത് രണ്ടാമത്തെ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വീഡിയോസ് വന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട്, അപ്പോൾ അത് ഞാൻ മുമ്പിൽ പറഞ്ഞിരുന്നു, നല്ല ലൈറ്റിംഗ് ഉള്ള സ്ഥലത്ത് പകൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ രാത്രിയിലൊക്കെ നമ്മൾ ലൈറ്റ്സൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടൊക്കെ വീഡിയോ എടുത്താലേ അതിന് ക്ലിയർ ആയിട്ട് നമ്മൾക്ക് കിട്ടാറുള്ളൂ. അതൊന്ന്. പിന്നെ ഓഡിയോ ക്വാളിറ്റി, അപ്പോൾ നല്ല രീതിയിലുള്ള മൈക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക, നല്ല ക്ലിയർ ആയിട്ട് നമ്മളുടെ ഓഡിയോ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളുടെ ചാനലുകൾ വന്നിട്ട് ഒരു ട്രാവൽ ചാനലാകാം, ഇല്ലെങ്കിൽ ഒരു കുക്കിംഗ് ചാനലാവാം, ഇല്ലെങ്കിൽ ഒരു വ്ളോഗ് ചാനലാവാം. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഇതുപോലെയുള്ള കണ്ടൻറ് ഇടുന്ന അതേ സമാനമായിട്ടുള്ള ധാരാളം ചാനലുകൾ നമ്മൾ യൂട്യൂബിൽ പോയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ചാനലിൽ എന്തെങ്കിലും ആകട്ടെ, അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം ചാനലുകൾ
നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് ആ ചാനലുകളിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം മറ്റൊരാൾ ഭംഗിയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം നമ്മളുടെ വീഡിയോയിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമ്മൾ വിജയിക്കാത്തതും അവർ വിജയിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഇതിനിടയ്ക്ക് പലതും മിസ്സ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് പോയി അടുത്ത ചാനലുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ നമ്മൾക്കുള്ള കുറവുകളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാനും അങ്ങനെ നമ്മൾ സ്വയം നമ്മളുടെ കണ്ടൻറ്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ആലോചിക്കുകയും വേണം. അപ്പോൾ ഒരേ രീതിയിലുള്ള ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, കൺസിസ്റ്റൻസി ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ നമ്മൾ നോക്കി മുന്നോട്ട് പോകണം. ഇനി അവസാനം ഞാൻ പറയാൻ പോകുന്ന കാര്യം വന്നിട്ട്, ഒരു ദിവസം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കൂടിയ പക്ഷത്തിൽ മാക്സിമം എത്ര വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് കണക്കൊന്നുമില്ല. 10 വീഡിയോ ചെയ്യാം, 15 വീഡിയോ ചെയ്യാം, 2 ചെയ്യാം, 4 ചെയ്യാം. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടം. പക്ഷേ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് കൂടിപ്പോയാൽ ഒരു 3 വീഡിയോസ് വരെ മാത്രമേ യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ അത് ബ്രൗസ് ഇത് ഫീച്ചറിൽ വരാറുള്ളൂ. അപ്പോൾ നമ്മൾ 10 വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ഒരു 3 വീഡിയോസിന് വരെ മാത്രമേ യൂട്യൂബ് സാധാരണഗതിയിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഒരു ദിവസത്തിൽ എത്ര വീഡിയോ ഇടണം, ഒരു മാസത്തിലോ ഇല്ല ഒരാഴ്ചയിലോ എത്ര വീഡിയോസ് ഇടണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചയിൽ എന്ത് ചെയ്യും, തിങ്കളാഴ്ച ഒരു വീഡിയോ ഇടും, ബുധനാഴ്ച ഇടും, പിന്നെ ശനിയാഴ്ച ഇടും. അടുത്ത ആഴ്ചയിൽ ഇതൊന്നും അല്ലാതെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഇടും. 2 ആയിരിക്കും ഇടുന്നത്, ആദ്യത്തെ ആഴ്ചയിൽ 3 ഇട്ടു, ദിവസങ്ങളും വ്യത്യാസം. അങ്ങനെ തോന്നിയ പട് വാരി വലിച്ചിടാതെ ഒരു കൃത്യതയോടെ തന്നെ പ്രത്യേക ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഒരേ സമയത്ത് നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റി, നല്ല കണ്ടൻറ്റും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല നല്ല വീഡിയോസും, അതായത് മറ്റുള്ളവരെ നമ്മൾ ആകർഷിച്ച് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിലുള്ള ടോപ്പിക്സ് ഉള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇത് വീഡിയോ തുടർച്ചയായിട്ട് കാണാനായിട്ട് നമ്മളുടെ വ്യൂവേഴ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം വീഡിയോയുടെ അവസാനം വരെ കുറച്ച് പാതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് അവരെ അറിയിക്കുക. അതുപോലെ നല്ല നല്ല തംബ്നെയിലൊക്കെ ഉണ്ടാക്കുക, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, ഇതിനെ പറ്റിയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനി ഞാനത് പറയുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പഴയ പല വീഡിയോസിലും വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ധാരാളം വ്യൂവേഴ്സ്, കൂട്ടുകാർ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് പഴയ വീഡിയോസിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നും ഞാൻ രാവിലെ 9 മണിക്ക് പുതിയ വീഡിയോസുമായിട്ട് വരാറുണ്ട്. അപ്പോൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.